ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടർ. അതായത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ സൂപ്പർ കണ്ടക്ടർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. The superconducting material can be divided into two category with type 1 സൂപ്പർ കണ്ടക്ടറിനെ പറയുന്നത് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയും. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ, ഹാർഡ് സൂപ്പർ കണ്ടക്ടർ. on the basis of magnetic properties. A type 1 superconductor. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ നമ്മൾ പറഞ്ഞ കണക്കിന് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫീൽഡ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പം എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലെസ് ദാൻ ദി ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് BC at temperature below TC pushed out the material from the magnetic field is a perfectly diamagnetism. This is called type 1 superconductor. അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇതാ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ മാഗ്നറ്റൈസേഷനും അതേപോലെ നമ്മുടെ ഫീൽഡും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇറ്റ്സ് എ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്. ദിസ് ഈസ് എ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്. അതായത് T<TCയും B>BCയും കൊടുക്കാൻ മാത്രം കണ്ട സൂപ്പർ കണ്ടക്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ BC കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും സൂപ്പർ കണ്ടക്റ്റിംഗ് കൺവേർട്ടഡ് ഇൻറ്റു നോർമൽ സ്റ്റേറ്റ്. അത്ര ഇതിൻ്റെ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്റ്റിൻ്റെ അകത്ത് പറയുന്നു. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ നോക്കാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ in an external magnetic field BC at temperature below TC, the critical temperature, push out the magnetic field from their interior. They behave like perfect diamagnetism. If the applied field is greater than BC, the entire superconductor is changed into normal state. The normal state. There penetrate magnetic flux completely.
എന്താണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ? ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എക്സ്റ്റേണൽ മാഗ്നറ്റിക് BC ടെമ്പറേച്ചർ ബിലോ വിത്ത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പുഷ് ഔട്ട് ഓഫ് ദ മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം ദ ഇൻറ്റീരിയർ. ദ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക്സ്, അതായത് മിസണർ ഓഫക്റ്റ് കംപ്ലീറ്റ്ലി ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ. ഇഫ് ദ ഫീൽഡ് ഈസ് ഗ്രേറ്റർ ദാൻ BC ദ എൻ്റെ സൂപ്പർ കണ്ടക്ടർ ചേഞ്ച് ഇൻ ടു നോർമൽ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് നോർമൽ സ്റ്റേറ്റിലോട്ട് ആവുന്നത്? അതായത് നമ്മളെ മെറ്റീരിയലിൽ പെൻട്രേറ്റ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പെൻട്രേറ്റ് ചെയ്ത് മൊത്തം പോകുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? നോർമൽ സ്റ്റേറ്റ്. ദെയർ പെൻട്രേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് പ്ലസ് കംപ്ലീറ്റ്ലി. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എക്സാമ്പിൾ നോക്കാം. നമ്മൾ അലുമിനിയം അതിൻ്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഏകദേശം 1.2 കെൽവിനാണ് പറഞ്ഞത്. അതേപോലെ ഇൻഡിയം 3.4K ആണ് പറഞ്ഞത്. അതേപോലെ നമ്മളെ ടിന്നുണ്ട്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 3.7K ആണ് പറഞ്ഞത്. അതേപോലെ ലെഡിൻ്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ 7.2K ആണ്. അപ്പോൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ 2 ക്രിട്ടിക്കൽ ഫീൽഡ്. നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിൽ എന്താണ്? ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്. ലോവർ ക്രിട്ടിക്കൽ ഫീൽഡ് എന്താണെന്ന് പറയാം? BC1 ആൻഡ് അപ്പർ ക്രിട്ടിക്കൽ ഫീൽഡ് BC2. നമുക്ക് നോക്കാം, ഗ്രാഫിൽ നോക്കാം നമുക്ക്. അതേപോലെ തന്നെ മാഗ്നറ്റൈസേഷനും ബിയും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. BCയും തമ്മിലുള്ള ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഓക്കെ, എന്താണ്ടേ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് അത് നമ്മൾ പഴയതുപോലെ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്താണ് ചെയ്യുന്നത്? T<TC കൊടുത്ത് B>BC കൊടുക്കുമ്പം ഇവിടെ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആയി അല്ലേ? സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആയി. അതായത് ഇഫ് ദ അപ്ലൈഡ് ഫീൽഡ് ലെസ് ദാൻ BC1, the applied field is less than BC1, the completely external field just like type 1 superconductor. At field is above BC1. ഇതിന് BC1ൽ കൂടുതലായിട്ട് നമ്മൾ ഫീൽഡ് കൊടുത്ത് BC1 ദ മാഗ്നറ്റിക് ബിഗിൻസ് പെൻട്രേറ്റ് അല്ലേ സൂപ്പർ കണ്ടക്ടർ. പക്ഷേ ഇവിടെ സൂപ്പർ കണ്ടക്ടറിൽ നമ്മൾ ഈ BC1ൽ കൂടുതൽ കൊടുത്താലും ഇവിടെ ഒരു മിക്സഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ് ഇത്? സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ആവാം, നോർമൽ സ്റ്റേറ്റും ആവാം. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിക്സഡ് സ്റ്റേറ്റ് ഇതിൽ കൂടുതൽ മാത്രം കൊടുത്താൽ മാത്രമേ ഏത് മാറ്റത്തുള്ളൂ? ഈ BC2ൽ അതായത് BC1 നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ പഠിച്ചപ്പം B>BC1 ആയപ്പോൾ തന്നെ നോർമൽ സ്റ്റേറ്റ് ആയി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. B>BC1 ആയിട്ടും സൂപ്പർ കണ്ടക്ടറിംഗ് സ്റ്റേറ്റ് മാറുന്നില്ല. എന്താണ് കൊടുക്കുന്നത്? BC2. അതായത് BC2നേക്കാളും നമ്മൾ B കൊടുക്കാൻ മാത്രം എന്താണ് നോർമൽ സ്റ്റേറ്റ് ആവുന്നത്. അതാണ് ഇവിടെയാണ് നോർമൽ സ്റ്റേറ്റ് വരുന്നത്. ഇവിടെ വരെ എന്ത് സ്റ്റേറ്റാണ്? മിക്സഡ് സ്റ്റേറ്റാണ് വരുന്നത്. നമുക്ക് നോക്കാം. അതായത് ഇഫ് ദ അപ്ലൈഡ് ഫീൽഡ് ഈസ് ലെസ് ദാൻ BC1, the superconductor completely excluded the field, just like type 1 superconductor. At field is above BC1, അതായത് BC1നേക്കാളും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ the magnetic begins to penetrate the superconductor in microscopic filament between BC1 and BC. The material has ഈ സ്റ്റേറ്റിൽ മെറ്റീരിയൽ ഹാസ് എന്ത് സ്റ്റേറ്റ് ആയിരിക്കോടെ? മെറ്റീരിയൽ ഹാസ് മിക്സഡ് സ്റ്റേറ്റ്.
മിക്സ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. മിക്സ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വെർട്ടസ് സ്റ്റേറ്റ് എന്ന് പറയും കേട്ടോ. ഓർ വെർട്ടസ് സ്റ്റേറ്റ്. വെർട്ടസ് സ്റ്റേറ്റ്. എബോവ് BC2 നമ്മൾ BC2നേക്കാളും ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ദ സൂപ്പർ കണ്ടക്ടർ ബിക്കം നോർമൽ കണ്ടക്ടർ. അതായത് പെൻട്രേറ്റ് മൊത്തം കംപ്ലീറ്റ്ലി പെൻട്രേറ്റ് ചെയ്തു പോകും. എന്താണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ? ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിൽ 2 ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്. ഒന്ന് BC1 BC2. നമ്മൾ ആദ്യം BC1 ആദ്യം നമ്മൾ സൂപ്പർ കണ്ടക്ടർ BC1 കൊടുക്കുമ്പോൾ സാധാരണ പോകുമ്പോൾ സൂപ്പർ കണ്ടക്ടർ പോയി. പക്ഷേ നമ്മൾ BC1 കുറച്ചും കൂടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോഴും അവിടെ മിക്സഡ് സ്റ്റേറ്റ്, അതായത് കൂടുതൽ ഒരു മിക്സഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് അവിടെ ഫോം ചെയ്തു മെറ്റീരിയൽ. അതായത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലും ആവാം, അത് നോർമൽ സ്റ്റേറ്റും ആവാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റേറ്റാണ് മിക്സഡ് സ്റ്റേറ്റായി കണ്ട്. BC1 ഗ്രേറ്റർ ദാൻ BC കൊടുത്തപ്പോൾ, അതായത് BC ഗ്രേറ്റർ ദാൻ BC1 കൊടുത്തപ്പോൾ. പിന്നെ നമ്മൾ നോർമൽ സ്റ്റേറ്റാവും എന്ത് ചെയ്ത് വീണ്ടും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. BC2, അതായത് B ഗ്രേറ്റർ ദാൻ BC2 കൊടുത്തു. BC2 കൊടുത്തപ്പോൾ മാത്രമാണ് എന്ത് നോർമൽ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ആയത്. അതാണ് ഇതിനെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ, ഹാർഡ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നതും ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ, സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. എക്സാമ്പിൾ നിയോബിയം. ഇതിൻ്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ 9.3 ആണ് പറഞ്ഞത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ജെർമേനിയത്തിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 20.6 ആണ് പറഞ്ഞത്. അടുത്തത് ബനേഡിയത്തിൻ്റെ 5.4K. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ പറയാം. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ 2 ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്. ആദ്യം നമ്മൾ ഇഫ് ദ അപ്ലൈഡ് ഫീൽഡ് ലെസ് ദാൻ BC1 കൊടുത്തു. അപ്പോൾ സൂപ്പർ കണ്ടക്ടർ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡഡ് ഫ്രം ദ field, അതായത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ. അറ്റ് ദ ഫീൽഡ് ഈസ് അബോവ് BC1, ദ മാഗ്നറ്റിക് ബിറ്റ്വീൻ BC1 ആൻഡ് BC2 ദ എയർ സ്റ്റേറ്റ് മിക്സഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി. അതിനേക്കാളും എബോവ് BC2 കൊടുത്താൽ മാത്രമാണ് എന്ത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് നോർമൽ കണ്ടക്ടറായിട്ട് മാറിയത്. ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടി ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ. ഇതിൻ്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ, the material lost its magnetization abruptly. Type 2 superconductor, the material lost its magnetization gradually. There is only one critical field. There are 2 critical field. There are two critical field. അതായത് ലോവർ ക്രിട്ടിക്കൽ ഫീൽഡ് BC1 and upper critical field BC2. upper critical field BC2. അപ്പോൾ എന്താണ് മെറ്റീരിയൽ ലോസ് ഇറ്റ്സ് മാഗ്നറ്റൈസേഷൻ അബ്രപ്റ്റ്ലി, ദ മെറ്റീരിയൽ ലോസ് ഇറ്റ്സ് മാഗ്നറ്റൈസേഷൻ ഗ്രാജുവലി. There is only one critical field. There are 2 critical field, low critical field BC1, upper critical field BC2. അടുത്ത പോയിന്റ്, no mixed state. Mixed state are present. No mixed state and mixed state are present. There is completely obey Meissner effect. There is no obeying Meissner effect. Completely Meissner effect. ഇത് ഒബേ ചെയ്യുന്നുണ്ട്. മീസണർ എഫക്റ്റ് കംപ്ലീറ്റ്ലി ഒബേ ചെയ്യുന്നുണ്ട്. ഇത് ദർ ഈസ് നോ കംപ്ലീറ്റ്ലി ഒബേ മീസണർ എഫക്റ്റ്. ഇതെന്താണ് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ ഞാൻ പറഞ്ഞല്ലേ. എന്തുകൊണ്ടാണ് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്? ഞാൻ there are
they are called soft superconductor because of their tendency to give away their property at low magnetic field. They are called hard superconductor because they require large magnetic field to destroy in the superconducting state. എന്താണ് type 1 superconductor, type 2 superconductor? The material lost its magnetization abruptly. The material lost its superconductor magnetization gradually. There is only one critical field. There are two critical fields. No mixed state. That is completely obeying Meissner effect. There is no completely obeying Meissner effect. They are called soft superconductor. എന്താണ് property low magnetic field കാണിക്കും. They are hard superconductor എന്താണ് require large magnetic field destroy superconductor. ഇത് small magnetic field കൊടുക്കുമ്പോൾ തന്നെ destroy superconductor കാണിക്കുകയാണെങ്കിൽ type 1 superconductor. അതുകൊണ്ട് soft superconductor എന്ന് പറയുന്നത്. type 2 superconductor എന്ന് പറയുന്നത് എന്താണ് require large magnetic field to destroy superconducting state. Okay, thank you.